നമ്മുടെ 220 ഒരു വാട്ടർ ട്യൂബ് ആണ്. 220ക്ക് വേണ്ടിയല്ല, നമ്മുടെ SD റോഡ് കിങ്ങിന് വേണ്ടി നമ്മൾ ഡിസ്കിന് വേണ്ടി മേക്ക് ചെയ്യുകയാണ്. അപ്പോൾ 220യുടെ ഫോർക്കാണ് സാധാരണ ഞാൻ കയറ്റാറുള്ളത്. എത്ര ചെയ്തതിനകത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള തോന്നിയത് നമുക്ക് 220യുടെ സസ്പെൻഷനാണ്. അപ്പോൾ 220യുടെ സസ്പെൻഷൻ നമ്മൾ റോഡ് കിങ്ങിലോട്ട് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓടിക്കാൻ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും, നമ്മുടെ ബ്രേക്കിങ്ങിൻ്റെ പ്രശ്നം തീരും. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉള്ളൊരു സംഭവമാണ് ഈ 220യുടെ ബോട്ടം ട്യൂബ് മെയിൻ ട്യൂബും കയറ്റുമ്പോൾ. അപ്പോൾ ടീ ഏത് കയറ്റണം അതൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ പൾസറിൻ്റെ നമ്മളൊരു കാരണവശാലും പൾസറിൻ്റെ ടീ കയറ്റാൻ പാടില്ല, നമ്മുടെ SD തന്നെ ടീ തന്നെ കയറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഷേപ്പിലോട്ട് വരത്തുള്ളൂ. എങ്ങനെയാണ് ഡിസ്ക് മേക്ക് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ കുറേ കാലമായിട്ടുണ്ട് നമ്മൾ ഡിസ്ക് ചെയ്തിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ പുതിയതായിട്ട് ഒരു വണ്ടി ഇപ്പോൾ റീസ്റ്റോർ ചെയ്യുന്നുണ്ട്, SD റോഡ് കിങ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മേക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളെ വിശദമായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മളൊരു SDയിൽ നമ്മൾ 220യുടെ സസ്പെൻഷൻ ആഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതേപോലെ നമ്മൾ കയറ്റുന്ന ഹബ്ബ് അവഞ്ചറിൻ്റെ ആണ്. അവഞ്ചറിൻ്റെ എന്നില്ല, ഏത് ഹബ്ബ് വേണമെങ്കിലും കയറ്റാം. പൊതുവേ എല്ലാവരും അവഞ്ചറിൻ്റെ ഹബ്ബ് കയറ്റിയത് കണ്ടതുകൊണ്ട് എല്ലാവരും അവഞ്ചറിൻ്റെ ഹബ്ബാണ് കയറ്റുന്നത്. അപ്പോൾ അവഞ്ചറിൻ്റെ ഹബ്ബ് കയറ്റുന്നതിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. മെയിനായിട്ട് അവഞ്ചറിൻ്റെ ഹബിൻ്റെ വീതി, ഇതിന് നല്ല വീതിയാണ്. അപ്പോൾ ഇതിൻ്റെ വീതി എങ്ങനെ കുറയ്ക്കാം, അതേപോലെ തന്നെ ഇതിൻ്റെ കമ്പി, രണ്ട് സൈഡിൽ 2 ടൈപ്പ് കമ്പിയാണ് വരുന്നത്. ഏതൊക്കെ കമ്പിയാണ് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത്, ഇതൊക്കെ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ളതാണ്. ഒരുപാട് പേര് വിളിച്ച് ചോദിക്കാറുണ്ട് ഏത് കമ്പിയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഡിസ്ക് ചെയ്യുന്ന വീഡിയോ നിങ്ങളെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതല്ലാതെ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, അതേപോലെ നമ്മുടെ 220യുടെ സസ്പെൻഷൻ കയറ്റുമ്പോഴത്തേക്ക് നമ്മുടെ ഹൈറ്റ് അതേപോലെ മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. അത് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് വണ്ടി കറക്റ്റായിട്ട് ഓടിക്കാൻ പറ്റത്തില്ല. നമ്മുടെ SDയുടെ ഷേപ്പേ മാറും. അപ്പോൾ ഷേപ്പ് ഔട്ട് ആയി കഴിഞ്ഞാൽ വണ്ടിയുടെ അലൈൻമെൻറ്റ് മൊത്തം മാറുവാണ്. അപ്പോൾ നമ്മൾ വണ്ടി റൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ടോളറൻസ് പെയിൻ പോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഫിസിക്കലി നമ്മൾ ഉണ്ടാകാറുണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് മെഷർമെൻറ്റ് തെറ്റാതെ കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സസ്പെൻഷൻ നല്ല വർക്കിങ്ങും ആയിരിക്കും. അതേപോലെ ബ്രേക്കിങ്ങിൻ്റെ ഒരു പ്രോബ്ലം കൂടെ മാറി കിട്ടും. അത് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക.